ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 57. കടകവംശ കൊട്ടാരത്തിലേക്കുള്ള മരുന്നുമായി വന്ന രഥങ്ങൾ വീതിയിൽ തടയപ്പെട്ടു. തടഞ്ഞ കറുത്ത വസ്ത്രം ധരിച്ച രൂപത്തിനുള്ളിൽ നിന്നും പരുപരുത്ത ഒരു ശബ്ദം മുഴങ്ങി. നിങ്ങളെല്ലാം കടകരാജവംശത്തിൽ നിന്നുള്ളവരല്ലേ? ആ രൂപം ചോദിച്ചു. ഇത് കേട്ട് സുന്ദരഗുരു അല്പം പരിഭ്രാന്തനായി. ഉടൻ തന്നെ അദ്ദേഹം ആക്രമിക്കാനുള്ള സൂചന പടയാളികൾക്ക് നൽകി. തുടർന്ന് പടയാളികളെല്ലാം ആയുധങ്ങൾ തയ്യാറാക്കി വെച്ചു. അവർ കറുത്ത വസ്ത്രം ധരിച്ച ആ മനുഷ്യനെ നോക്കി സുന്ദരഗുരുവിന്റെ ഉത്തരവിനായി കാത്തിരിക്കുകയായിരുന്നു. സൈനികരുടെ നിൽപ്പ് കണ്ടപ്പോഴേ അവർ ആക്രമിക്കാൻ സജ്ജരായി നിൽക്കുകയാണെന്ന് അമരന് ബോധ്യപ്പെട്ടു. കറുത്ത വസ്ത്രധാരി അടുത്തേക്ക് വരുന്നത് കണ്ട് സുന്ദരഗുരു തന്റെ അരികിൽ നിന്ന ഒരു യോദ്ധാവിൽ നിന്നും അമ്പും വില്ലും വാങ്ങി. അയാൾ അമ്പ് കൃത്യസ്ഥാനം ലക്ഷ്യമാക്കി എയ്തു. അത് കണ്ട കറുത്ത വസ്ത്രധാരി തന്റെ കൈ മുന്നോട്ട് നീട്ടി. അതിൽ നിന്നും ഒരു വെളുത്ത വെളിച്ചം പരക്കാൻ തുടങ്ങി. ആ പ്രകാശത്താൽ സുന്ദരഗുരുവിന്റെ അസ്ത്രം വെണ്ണീറായിപ്പോയി. ഇത് കണ്ട സുന്ദരഗുരുവിന്റെ മുഖം മാറി. ശത്രുവിന്റെ ശക്തിയിൽ സുന്ദരഗുരു പരിഭ്രാന്തനായി. ആരാണിദ്ദേഹം? ഇയാൾ ഒരു സാധാരണക്കാരനല്ല. ഈ കറുപ്പ് വസ്ത്രധാരിയായ നിഗൂഢ മനുഷ്യന് മഹായോഗിയേക്കാൾ ശക്തിയുണ്ടോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വ്യക്തി മഹായോഗിയുടെ നിലവാരത്തിന് മുകളിലാകാൻ സാധ്യതയുണ്ട്. അയാൾ ചിന്തിച്ചു വിറച്ചു. പിന്നീട് സുന്ദരഗുരു ഒരു ദീർഘനിശ്വാസം എടുത്ത് മറ്റൊരു യോദ്ധാവിൽ നിന്നും ഒരു നീണ്ട കുന്തം ഏറ്റുവാങ്ങി. സുന്ദരഗുരുവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഇളം നീലപ്രകാശം പുറപ്പെടാൻ തുടങ്ങി. അദ്ദേഹം തന്റെ ശക്തി ഉപയോഗിച്ച് കുന്തത്തെ പൂർണ്ണമായും നീലവർണ്ണമാക്കി മാറ്റി. അയാൾ വേഗം കുന്തം ആ കറുത്ത വസ്ത്രധാരിയുടെ നേർക്കെറിഞ്ഞു. കുന്തം മൂർച്ചയേറിയതായിരുന്നു. അവിടെ നിന്ന് ഒരു നീലപ്രകാശം വായുവിലൂടെ ഒഴുകുന്നത് എല്ലാ സൈനികരും കണ്ടു. അവർ ആ കാഴ്ച കണ്ട് ശബ്ദമുയർത്തി ആരവം മുഴക്കി. കുന്തമുനയേറ്റ് കറുത്ത വസ്ത്രക്കാരന്റെ അടുത്തെത്തിയപ്പോൾ അയാൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയാൻ യോദ്ധാക്കൾ നിശബ്ദരായി നോക്കി നിന്നു. സുന്ദരഗുരു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഏയ്, ധൈര്യമുണ്ടേൽ നിന്റെ മുഖം കാണിക്ക്. അപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച ആൾ തന്റെ മുഖാവരണം എടുത്തുമാറ്റി യഥാർത്ഥ മുഖം വ്യക്തമാക്കി. ആ മുഖം കണ്ട് സുന്ദരഗുരു ഞെട്ടി. ഇത് താരകീയ വംശത്തിന്റെ യുവരാജാവ് അമരേന്ദ്രനല്ലേ? അയാൾ ചിന്തിച്ചു കുഴങ്ങി. അമരനെ തിരിച്ചറിഞ്ഞ മാത്രയിൽ സുന്ദരഗുരുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. തന്റെ ആജന്മ ശത്രുവിന്റെ മകനെ കൺമുന്നിൽ കണ്ട സന്തോഷം അയാളിൽ പ്രകടമായി. വാടാ വാ, നിന്നെ ഒന്ന് കയ്യിൽ കിട്ടാനായി ഞാൻ ഇത്രയും നാളായി കാത്തിരിക്കുകയായിരുന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റുമ്പോൾ ഞാൻ പിന്നെ വെറുതെ ഇരിക്കുമോ? നിന്നെ കൊല്ലാനുള്ള അവസരം ഞാൻ തേടുകയായിരുന്നു. നിങ്ങൾ എന്റെ വേല എളുപ്പമാക്കി. ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് അയാൾ അമരന് നേരെ കുന്തം വീശി. ആ സമയം അമരനോടൊപ്പമുള്ള വരുണമിത്രന്റെ ശക്തി കൊണ്ട് കുന്തം കാറ്റിൽ പാറിപ്പറന്നു. വായുവിലൂടെയുള്ള കുന്തം അടുത്തെത്തിയപ്പോൾ തന്നെ അമരന്റെ ശരീരത്തിൽ നിന്നും വീണ്ടും വെളുത്ത പ്രകാശം പ്രവഹിക്കാൻ തുടങ്ങി. വരുണമിത്രൻ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ പ്രകാശത്തിന്റെ തീവ്രതയിൽ കുന്തം മാത്രമല്ല, ദൂരെയുള്ള സുന്ദരഗുരുവും ആ പ്രകാശാഗ്നിയിൽ വെന്തു വെണ്ണീറായി. നിരവധി സൈനികരും കത്തിയിരിഞ്ഞു. പെട്ടെന്ന് പല സൈനികരും ഭയന്നോടി. സുന്ദരഗുരുവിന്റെ മരണം എല്ലാ പടയാളികളെയും പരിഭ്രാന്തരാക്കി. ഈ അവസരം ഉപയോഗിച്ച് കുറച്ചു മരുന്നുകൾ മോഷ്ടിക്കാനും അവർ ശ്രമിച്ചു. എന്നാൽ ഈ വിവരം മനസ്സിലാക്കിയ വരുണമിത്രൻ വെളുത്ത പ്രകാശം വർദ്ധിപ്പിച്ചു. രഥം പൂർണ്ണമായി കത്തിച്ചു ചാമ്പലാക്കി. യോദ്ധാക്കളെല്ലാം തീയിലൊടുങ്ങി. പാഞ്ചാല നഗരത്തിന്റെ പുറത്തു നടന്ന ആ മഹാദുരന്തം അംഗശിലരുടെ ചെവിയിലുമെത്തി. ആ സമയം അംഗശിലൻ രാജസമിതിയിൽ തനിച്ചായിരുന്നു. ഒരു യോദ്ധാവ് ഓടി വന്ന് അപകട വിവരം അദ്ദേഹത്തോട് പറഞ്ഞു. എന്താണ് ഈ കേട്ടത്? മരുന്നുകളെല്ലാം തീയിൽ കത്തി നശിച്ചെന്നോ? പട്ടാളക്കാർക്കെല്ലാം എന്തുപറ്റി? ദേഷ്യവും ഉത്കണ്ഠയും നിറഞ്ഞ ശബ്ദത്തിൽ രാജാവ് ചോദിച്ചു. അദ്ദേഹത്തിന്റെ കോപം കണ്ട് യോദ്ധാവ് ഭയന്ന് വിറച്ചു. അതേ പ്രഭു, നമ്മുടെ സുന്ദരഗുരു പോലും തീയിൽപ്പെട്ടു മരിച്ചു. എല്ലാ സൈനികരും മരിച്ചു. ഞാൻ എങ്ങനെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി വന്നതാണ്. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അംഗശിലൻ ഞെട്ടലോടെ സിംഹാസനത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു.
നെറ്റിയിലൂടെ വിയർപ്പ് ഒലിച്ചിറങ്ങാൻ തുടങ്ങി. അംഗശിലന്റെ മുഖഭാവം കണ്ട് ആ യോദ്ധാവ് ഭയന്നുപോയി. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? ഒരൊറ്റ വ്യക്തി നമ്മുടെ സൈനികരെ എല്ലാം ഇല്ലാതാക്കിയെന്നോ? ഞാൻ ആരെയാണ് സംരക്ഷണത്തിനായി അയച്ചതെന്ന് നിങ്ങൾക്കറിയില്ലേ? സുന്ദരഗുരുവിനെ. അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല. മഹായോഗ തലത്തിൽ 3 നക്ഷത്രങ്ങൾ നേടി അതിബലവാനായ ആളാണ്. അങ്ങനെ ഒരാളെ കൊല്ലാൻ മാത്രം വലിയൊരു ശക്തൻ ഈ പാഞ്ചാല നഗരത്തിലെന്നല്ല, ഈ ഹിമവാഹിനിയിൽ പോലുമില്ല. കടകവംശരാജൻ അംഗശിലൻ അലറി വിളിച്ചു. അയാൾ ആരാണെന്ന് എനിക്കറിയില്ല പ്രഭു. രഥത്തിന് പിന്നിലായതുകൊണ്ട് എനിക്ക് അവന്റെ മുഖം കാണാൻ സാധിച്ചില്ല. ആ വ്യക്തിയെ ഞങ്ങൾ കാണുമ്പോൾ മുഖം മൂടി ധരിച്ച ഒരു രൂപമായിരുന്നു. ദേഹമാസകലം കറുപ്പ് തുണി കൊണ്ട് മൂടിയിട്ടുമുണ്ട്. എന്നാൽ ഒരു കാര്യം, അയാൾക്ക് അസാധാരണമായ ശക്തിയുണ്ട്. അവനൊരു സാധാരണക്കാരനല്ല. യുദ്ധം ചെയ്യുന്ന വേളയിലെല്ലാം തന്നെ അവന്റെ കയ്യിൽ നിന്നും ഒരു വെളുത്ത പ്രകാശം പ്രവഹിക്കുന്നുണ്ടായിരുന്നു. ആ പ്രകാശം ഉപയോഗിച്ച് എല്ലാം വെന്തു വെണ്ണീറാക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട്, യോദ്ധാവ് പറഞ്ഞു. അത് കേട്ടതും അംഗശിലരുടെ മുഖം ആശ്ചര്യം കൊണ്ട് വിടർന്നു. അവൻ കറുത്ത നിറത്തിലുള്ള വസ്ത്രമാണോ ധരിച്ചത്? വെളുത്ത പ്രകാശം കയ്യിൽ നിന്നും പ്രവഹിക്കുന്നുണ്ടെന്നോ? അത് ദിവ്യപ്രകാശമായിരുന്നോ? ആ രൂപത്തിന്റെ മുഖം നീ എപ്പോഴെങ്കിലും കണ്ടോ? പരിഭ്രാന്തിയിലായ അംഗശിലൻ ആ കറുത്ത വസ്ത്രധാരിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തോ മനസ്സിലാക്കിയതുപോലെ അംഗശിലന്റെ മുഖം ഒന്ന് വിടർന്നു. ഇത് തീർച്ചയായും അവനാണ്. ഒരിക്കൽ ചക്രാനന്ദ ലേലശാലയിൽ വെച്ച് കണ്ട അതേ ആൾ തന്നെ. നമുക്കെതിരെ താരകേയ രാജവംശത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരേ ഒരു വൈദ്യൻ. ഞാൻ ആലോചനാ യോഗത്തിൽ ഈ സംശയം ഉണർത്തിച്ചതാണ്. എന്നാൽ ആരും അത് കാര്യമായി എടുത്തില്ല. ഏതോ സാധാരണ വൈദ്യർ ഉണ്ടാക്കിയ മരുന്നാണ് ശക്തിവർദ്ധിനി മരുന്നെന്ന് ആദിശേഷൻ പോലും പറഞ്ഞു. അവൻ എന്നെ വഞ്ചിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കെല്ലാം വ്യക്തമായി മനസ്സിലായി. അത് തീർച്ചയായും അവൻ തന്നെയാ. ഏയ്, നിന്നെ ഞാൻ വെറുതെ വിടില്ല, മുഖമില്ലാത്ത വൈദ്യരെ! അദ്ദേഹം ദേഷ്യത്തോടെ അലറി. അതിനുശേഷം അംഗശിലൻ വീണ്ടും പരിഭ്രമത്തോടെ പുലമ്പി. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ കാരണം 4 ലക്ഷം വിലയുള്ള മരുന്നുകൾ വെണ്ണീറായി. വരമതി ലേലശാലയിൽ നിന്ന് വായ്പയായി വാങ്ങിയ മൂലികകളായിരുന്നു ആ രഥം നിറയെ. കൊട്ടാരത്തിന്റെ ഖജനാവ് കാലിയായിരിക്കുകയാണ്. ഈ മൂലികകൾ ഉപയോഗിച്ച് മരുന്നുകൾ തയ്യാറാക്കി അത് വിപണനം ചെയ്തിട്ട് വേണമായിരുന്നു ആ വരമതി ലേലശാലയിലെ കടം തീർക്കാൻ. ഇനി എന്താണ് ചെയ്യുക? മൂലികകളുമില്ല, പണവുമില്ല. അംഗശിലൻ വിലപിച്ചു. ഇനി ആരാണ് കടക രാജവംശത്തിന് കടം നൽകുക? ഈ രാജവംശത്തിന് ഈ നില വരാൻ കാരണം മുഖം മറച്ച ആ മഹാവൈദ്യനാണ്. നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. നിന്റെ മരണം എന്റെ കൈകൊണ്ടാവും. അംഗശിലൻ പറഞ്ഞുകൊണ്ട് തന്റെ മുമ്പിലുള്ള ആ മേശമേൽ അടിച്ചു. അംഗശിലന്റെ ശക്തിയാൽ മരമേശ ഒടിഞ്ഞു 100 കഷ്ണങ്ങളായി നിലംപതിച്ചു. അതിനുശേഷം അംഗശിലൻ തന്റെ മുന്നിൽ നിൽക്കുന്ന യോദ്ധാവിനെ നോക്കി പറഞ്ഞു, വീര, നമ്മുടെ കയ്യിലുള്ള മരുന്നുകളെല്ലാം ഉടൻ ചന്തയിലെത്തിക്കൂ. ഇന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ആരും ഒന്നും അറിയരുത്. അങ്ങനെ സംഭവിച്ചാൽ വാർത്ത പ്രചരിപ്പിച്ച ആളെ രാജ്യദ്രോഹിയായി കണക്കാക്കി പരസ്യമായി തൂക്കിക്കൊല്ലും. ഓർമ്മയിലിരിക്കട്ടെ. ഇത് കേട്ട യോദ്ധാവ് തലകുലുക്കി രാജസന്നിധി വിട്ടിറങ്ങി. അവൻ പോയതിനു ശേഷം അംഗശിലൻ ആലോചനയിൽ മുഴുകി. അതീവ ദുഃഖിതനായി ആലോചനാ മണ്ഡപത്തിൽ തനിച്ചിരുന്നു. കാലക്രമേണ കടകരാജവംശത്തിന്റെ മരുന്നുകൾ പതുക്കെ തീർന്നു തുടങ്ങി. അവസാന ചുരുൾ ഗുളികയും വിറ്റു തീർന്നു. അത് കഴിഞ്ഞ് കടകരാജവംശത്തിന്റെ ചന്തയിൽ ഗുളിക അന്വേഷിച്ചു വരുന്നവരോടെല്ലാം വ്യാപാരികൾ ക്ഷമാപണം നടത്തി. എല്ലാ വ്യാപാരികളും ഒരേ ഒരു കാര്യം മാത്രം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു: ക്ഷമിക്കണം, മരുന്നുകൾ തീർന്നു. അതിനാൽ ഞങ്ങൾ കുറച്ചുനേരം കടകൾ അടച്ചിരുന്നു. ഇത് കേട്ട് പടയാളികളെല്ലാം വ്യാപാരികളെ ദേഷ്യത്തോടെ നോക്കി നിരാശരായി തിരിച്ചുപോയി. കടകരാജവംശത്തിന്റെ വിപണിയിൽ മരുന്ന് തീർന്നു എന്ന വാർത്ത പാഞ്ചാല നഗരത്തിൽ അതിവേഗം പരന്നു. ഇതുമൂലം താരകേയ രാജവംശവും കടകരാജവംശവും തമ്മിൽ നിലനിന്നിരുന്ന മരുന്നു യുദ്ധം അവസാനിക്കുകയും കടകരാജവംശം കനത്ത പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. പാഞ്ചാല നഗരത്തിലെ ഏറ്റവും ദുർബലമായ രാജവംശങ്ങളിലൊന്നായി കടകരാജവംശം മാറുകയും ചെയ്തു. പാഞ്ചാല നഗരത്തിലെ ശക്തരായ രാജവംശങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഒരിക്കലും തങ്ങളെ കണക്കാക്കാനാവില്ലെന്ന്
കടകരാജവംശത്തിലെ എല്ലാ അംഗങ്ങളും മനസ്സിലാക്കി. അതേസമയം താരകേയ രാജവംശ സമിതിയിൽ ഒരു യോഗം നടന്നു. എന്ത്, കടകരാജവംശത്തിലെ ഔഷധങ്ങൾ തീർന്നുപോയെന്നോ എന്നു പറഞ്ഞ് താരകേയ വംശത്തിലെ മഹാരാജാവ് അരുണേന്ദ്രൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അരുണേന്ദ്രന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ആവേശഭരിതനായ അദ്ദേഹം തന്റെ അടുത്തിരുന്ന 3 കാരണവന്മാരെ നോക്കി. അവരും കേട്ട വാർത്തയിൽ അമിതമായി സന്തോഷിച്ചു. അപ്പോൾ അരുണേന്ദ്രൻ ആഹ്ലാദം നിയന്ത്രിച്ചുകൊണ്ട് വിവരമറിയിച്ച പട്ടാളക്കാരുടെ അടുത്തേക്ക് നീങ്ങി. അവരോട് ആരാഞ്ഞു മന്നൻ. മരുന്ന് തീർന്നുപോയോ? അവരുടെ വൈദ്യൻ എവിടെ പോയി? വീണ്ടും തീർന്ന മരുന്നുകൾ എന്താണ് വീണ്ടും നിർമ്മിക്കാത്തത്? എന്താണ് സംഭവിച്ചത്? പടയാളികൾക്ക് നേരെ ചോദ്യശരങ്ങൾ എയ്തു മഹാരാജൻ. അതൊന്നും ഞങ്ങൾക്കറിയില്ല രാജാവേ. നമ്മുടെ രാജകുമാരനും കടകരാജവംശത്തിന്റെ നേതാവായ അംഗശലിന്റെ പുത്രൻ വിക്രമാർജുനനും തമ്മിൽ ചന്തയിൽ വെച്ച് നടന്ന യുദ്ധത്തിന് ശേഷം ആ വൈദ്യനെ പറ്റി ഒരു വിവരവുമില്ല, ഒരു യോദ്ധാവ് പറഞ്ഞു. ഇത് കേട്ട് അരുണേന്ദ്രനും മറ്റു മുതിർന്നവരും ഞെട്ടി. അവർ ആലോചനാ മണ്ഡപത്തിന്റെ ഒരു മൂലയിലിരിക്കുന്ന അമരനെ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. അവരെ പിന്തുടർന്ന് എല്ലാവരുടെയും കണ്ണുകൾ അമരന്റെ നേരെ തിരിഞ്ഞു. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എനിക്കിതുമായി ഒരു ബന്ധവുമില്ല, അമരൻ പതർച്ച ഒളിപ്പിച്ചു വെച്ച് പറഞ്ഞു. എന്നാൽ അമരന്റെ വാക്കുകൾ അരുണേന്ദ്രന് വിശ്വസിക്കാനായില്ല. ബന്ധമില്ലെന്നോ? എങ്ങനെ ബന്ധമില്ലാതിരിക്കും? അവസാനം വിക്രമാർജുനനും നീയും തമ്മിൽ വഴക്കുണ്ടായ ദിവസമാണ് ഏവരും അവസാനമായി ആദിശേഷനെ കണ്ടത്. അന്നു മുതൽ ആ വൈദ്യനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഇപ്പോൾ മരുന്നെല്ലാം തീർന്നു. ഇതിനൊക്കെ പിന്നെന്താണ് അർത്ഥം? സംശയത്തോടെ അമരനെ മഹാരാജാവ് നോക്കി. ആ സമയം ഒരു പട്ടാളക്കാരൻ അരുണേന്ദ്രനോട് പറഞ്ഞു, രാജകുമാരൻ പറയുന്നത് സത്യമാണ്. കടകരാജവംശത്തിലെ മുതിർന്ന നേതാവായ സുന്ദരഗുരുവും മറ്റു നിരവധി പടയാളികളും കുറച്ചു ദിവസം മുൻപ് അഗ്നിബാധയേറ്റ് കൊല്ലപ്പെട്ടു. ഈ വാർത്ത കടകരാജവംശത്തിന്റെ ചില ഉള്ളറകളിൽ നിന്ന് ലഭിച്ചതാണ്. കറുത്ത വസ്ത്രം ധരിച്ച ഒരാളാണ് അവരെയെല്ലാം കൊലപ്പെടുത്തിയത്. മരുന്നുകൾ ഉണ്ടാക്കാനുള്ള മൂലികകളുമായി അയൽ രാജ്യത്തു നിന്നും പാഞ്ചാല ദേശത്തേക്ക് വരുന്ന യാത്രാമധ്യേ അവരെ ഏതോ ഒരു അജ്ഞാതനായ കറുത്ത വസ്ത്രധാരി മുഖം മറച്ച ഒരു അമാനുഷികൻ ആക്രമിക്കുകയായിരുന്നു. അത് കേട്ട അരുണേന്ദ്രൻ അമരനോട് പറഞ്ഞു, അമര, ഇതെല്ലാം നിന്റെ സുഹൃത്തായ മുഖം മറച്ച വൈദ്യന്റെ പ്രവൃത്തികളാണെന്ന് തോന്നുന്നു. ഈ പാഞ്ചാല നഗരത്തിൽ ത്രിനക്ഷത്ര ശക്തിയോടുകൂടിയ മഹായോഗി തലത്തിലുള്ള സുന്ദര ഗുരുവിനെ കൊല്ലാൻ മാത്രം ശക്തനായ മറ്റാരുമില്ല. അത് നിന്റെ സുഹൃത്ത് മുഖമില്ലാത്ത വൈദ്യൻ തന്നെയാണ്, മഹാരാജാവ് ഉറപ്പിച്ചു പറഞ്ഞു. പിതാവേ, സുന്ദരഗുരു ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അത് മാത്രമാണ് സത്യം, അമരൻ പറഞ്ഞു. അത് കേട്ട് അരുണേന്ദ്രൻ നെടുവീർപ്പിട്ടു. എന്നിട്ട് പതുക്കെ ചിരിക്കാൻ തുടങ്ങി. വർഷങ്ങളോളം താരകീയ വംശവുമായി യുദ്ധം ചെയ്തിരുന്ന കടകരാജവംശം നാശത്തിന്റെ വക്കിലെത്തിയത് ഒരൊറ്റ മനുഷ്യൻ കാരണമാണ്. ഇത് മനസ്സിലാക്കിയ അരുണേന്ദ്രൻ പുഞ്ചിരിയോടെ പറഞ്ഞു, അമര, എല്ലാം നീ കാരണമാണ് മുഖമില്ലാത്ത വൈദ്യർ നമ്മുടെ രാജവംശത്തെ സഹായിക്കുന്നതെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നന്നായി അറിയാം. അതിനാൽ താരകേയ രാജവംശത്തിന്റെ പേരിൽ ഞാൻ നിന്നോട് നന്ദി പറയുന്നു, അദ്ദേഹം പറഞ്ഞു. പിതാവേ, ഇതെന്താ? അങ്ങെന്തിനാണ് എന്നോട് നന്ദി പറയുന്നത്? അമരൻ ചോദിച്ചു. ഇല്ല അമര, ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം അദ്ദേഹം നമ്മളെ സഹായിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കടകരാജവംശം തലയുയർത്താൻ വയ്യാതെ തളർന്നിരിക്കുന്നത്. ആ അംഗശിലൻ എത്ര അഹങ്കാരിയായിരുന്നു. ഇനി നമുക്ക് നോക്കാം കടകരാജവംശം ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കുമെന്ന്. അവൻ ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് നോക്കാം. 2 മാസങ്ങൾക്ക് ശേഷം താരകീയ രാജവംശത്തിന്റെ വരുമാനം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. ചക്രാനന്ദ ലേലശാലയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. ഇതേ സമയം താരകീയ വംശത്തോട് പ്രതികാരം ചെയ്യാൻ തക്ക സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു കടകരാജവംശം. പക്ഷേ അവരുടെ വഴി അത്ര എളുപ്പമായിരുന്നില്ല. 2 മാസത്തിനുള്ളിൽ എല്ലാ ഔഷധ സാമഗ്രികളും തീർന്നപ്പോൾ അവർ വീണ്ടും പ്രതിസന്ധി നേരിട്ടു. അധ്യായം 58. വരമതി ലേലശാല 2 മഹായോഗി നിലയിലുള്ള യോദ്ധാക്കളെ കടകരാജവംശത്തിലേക്ക് അയച്ചു. അവർ അംഗശിലന്റെ കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറി. അംഗശിലിൽ നിന്നും ലഭിക്കാനുള്ള 3 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ തിരികെ ചോദിച്ചു ബഹളം വെച്ചു. തന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരമതി ലേലശാലയുമായി ഒരു പ്രശ്നത്തിന് മുതിരാൻ സാധിക്കില്ലെന്ന് അംഗശിലിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് പണം തിരികെ നൽകാൻ കുറച്ചു സമയം
അംഗശിലൻ അവരോട് ആവശ്യപ്പെട്ടു. നോക്കൂ വരമതി യോദ്ധാക്കളെ, കടകരാജവംശത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ നിരാശപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നാൽ നിങ്ങളുടെ നാണയങ്ങൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരികെ തരാം. നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം. ചതിക്കാനുള്ള മനസ്സ് എനിക്കില്ല, അംഗശിലൻ യാചിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് അവർ കുറച്ചു ദിവസത്തേക്ക് അവധി നീട്ടി നൽകി. കൊട്ടാരം വിട്ടിറങ്ങി. അതിനുശേഷം അംഗശിലൻ പണം സ്വരൂപിക്കാൻ തുടങ്ങി. എന്നാൽ 1,00,000 നാണയങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ശേഖരിക്കാനായുള്ളൂ. തിരികെ നൽകേണ്ട തുകയുടെ പകുതി പോലും അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. അതിനാൽ അദ്ദേഹം മറ്റു രാജവംശങ്ങളോടും സഹായം അഭ്യർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ കടകരാജവംശവും താരകേയ രാജവംശവും തമ്മിലുള്ള ശത്രുത അറിയാമായിരുന്നതിനാൽ ആരും തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ തുനിഞ്ഞില്ല. മുഖത്ത് സങ്കടവും കണ്ണുകളിൽ ദേഷ്യവും നിറഞ്ഞ അംഗശിലൻ നിരാശനായി കൊട്ടാരത്തിലേക്ക് മടങ്ങി. അവിടെ എത്തിയ അദ്ദേഹം ഉടൻ തന്നെ ആലോചനാ യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ അംഗശിലൻ എല്ലാവരോടും ദേഷ്യത്തോടെ സംസാരിച്ചു. നമ്മുടെ കടകരാജവംശത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്നായി അറിയാം. അതിനാൽ മറ്റു രാജവംശ പ്രഭുക്കളോട് ഞാൻ അഭിമാനം പണയം വെച്ച് സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ അവരാരും തന്നെ നമ്മളെ സഹായിക്കാൻ തയ്യാറായില്ല. ഇനി ഈ കടുത്ത പ്രതിസന്ധി മാറാൻ ഒരേ ഒരു വഴിയേ എനിക്ക് മുമ്പിലുള്ളൂ, ഇടർച്ചയുള്ള ശബ്ദത്തോടു കൂടി അംഗശിലൻ പറഞ്ഞു. രാജാവ് പറയാൻ പോകുന്ന പരിഹാരം എന്തെന്നറിയാൻ ഏവരും ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർത്തിരുന്നു. നമ്മുടെ ചന്തകൾ വിൽക്കുക മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം, അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി. ഇത് നിങ്ങളെയെല്ലാം ഞെട്ടിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ നമുക്ക് മുമ്പിൽ ഇപ്പോൾ വേറെ മാർഗമില്ല. കടക്കാരനായി അപമാനിതരായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്. നിങ്ങൾ ഏവരും എനിക്കൊപ്പം നിൽക്കുമെന്നാണ് എന്റെ വിശ്വാസം. നമ്മൾക്ക് ആകെ 7 വിപണികളാണുള്ളത്. അതിൽ 3 വിപണികൾ വലിയ വിപണികളാണ്, 4 വിപണികൾ അല്പം ചെറുതാണ്. ഈ വിപണികളിൽ 2 വലിയ വിപണികൾ ഒരേ സമയം വിറ്റുപോയാൽ കടം വീട്ടാൻ സാധിക്കുമെന്ന് കരുതുന്നു, അംഗശിലൻ പറഞ്ഞു. അംഗശിലന്റെ തീരുമാനത്തിൽ രാജ്യസഭാംഗങ്ങൾ മുഴുവൻ സ്തംഭിച്ചുപോയി. കാരണം അവരുടെ വരുമാനത്തിന്റെ 50% ഈ 2 വിപണികളിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അത് വിറ്റാൽ കടകരാജവംശത്തിന്റെ വരുമാനം മൊത്തത്തിൽ നിലയ്ക്കുന്നതിന് തുല്യമാകുമെന്ന് അവർ ഭയന്നു. രാജാവേ, താങ്കൾ എന്താണ് പറയുന്നത്? നമ്മുടെ രാജവംശത്തിന്റെ വരുമാനത്തിന്റെ 50% ഈ 2 ചന്തകളിൽ നിന്നാണ്. ഇത് നമ്മൾ വിറ്റാൽ അത് നമുക്ക് വലിയ നഷ്ടമാകില്ലേ? ആരോ ഒരാൾ വിഷമത്തോടെ പറഞ്ഞു. നഷ്ടമുണ്ടാകും, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. ഈ 2 വിപണികളും വളരെയേറെ വലിപ്പവും സൗകര്യവുമുള്ളവയാണ്. മാത്രമല്ല ഈ വിപണികൾ പാഞ്ചാല നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ വിപണി വാങ്ങാൻ ആവശ്യക്കാർ ഏറെ ഉണ്ടാവും, അംഗശിലൻ പറഞ്ഞു. അതേസമയം പാഞ്ചാല നഗരത്തിലെ ഏറ്റവും ശക്തരായ 3ാമത്തെ രാജവംശമായ ശംഭുക രാജവംശം പോലും കടകരാജവംശത്തിന്റെ വിപണി വാങ്ങാൻ ഒട്ടും താല്പര്യം കാണിച്ചില്ല. ചന്തകൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടും അത് വാങ്ങാൻ ആരും മുന്നോട്ട് വരാത്തത് അംഗശിലന് വലിയ വിഷമവും നാണക്കേടുമുണ്ടാക്കി. താരകേയ രാജവംശം പാഞ്ചാല നഗരത്തിൽ ഇത്രയധികം ആധിപത്യം സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും അംഗശിലന്റെ സങ്കടം കൂടിക്കൂടി വന്നു. ഇത്രയും വലിയ തുക എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് അയാൾക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല. വരമതി ലേലശാലയിൽ നിന്നും ഔഷധ നിർമ്മാണത്തിന് ആവശ്യമായ മൂലികകൾ കടം വാങ്ങിയ നിമിഷത്തെ അദ്ദേഹം ശപിച്ചു. ഒടുവിൽ അംഗശിലൻ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിപണി വിൽക്കാൻ നിർബന്ധിതനായി. 2 വിപണികൾക്കും കൂടി 2,00,000 സ്വർണ്ണ നാണയങ്ങൾ മാത്രമാണ് ലഭിച്ചത്. അതിൽ അദ്ദേഹത്തിന് സങ്കടം അശേഷമില്ലായിരുന്നു. പകരം അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പ്രതികാര വികാരം മാത്രം നിറഞ്ഞു നിന്നു. താരകേയ രാജവംശത്തോട് പകയായിരുന്നു അദ്ദേഹത്തിന്. ആലോചനാ മണ്ഡപത്തിൽ ഇരുന്ന് അംഗശിലൻ തന്റെ കഴിഞ്ഞുപോയ മോശം നാളുകളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കടകവംശത്തിലെ ഒരു യോദ്ധാവ് അവിടേക്ക് ഓടി വന്നു. ഒരു സന്ദേശം കൈമാറാൻ വേണ്ടിയായിരുന്നു ആ യോദ്ധാവ് കൊട്ടാരത്തിലേക്ക് വന്നത്. യോദ്ധാവ് വന്നു അംഗശിലന്റെ മുന്നിൽ തലകുനിച്ചു നിന്നു. വരൂ പടനായക, എന്താ കാര്യം? അംഗശിലൻ ചോദിച്ചു. പ്രഭു, നമ്മൾ ചതിക്കപ്പെട്ടു. നമ്മിൽ നിന്ന് വിപണി വാങ്ങിയവർ
ഇന്നത്തെ വിപണി വിലയുടെ ഇരട്ടി വിലയ്ക്ക് ആ ചന്ത മറ്റൊരാൾക്ക് വിറ്റു. അത് കേട്ട് അംഗശിലൻ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അദ്ദേഹത്തിന്റെ മുഖത്ത് കടുത്ത ദേഷ്യം നിഴലിച്ചു. ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ച മങ്ങി. നിമിഷ നേരം കൊണ്ട് അംഗശിലൻ മോഹാലസ്യപ്പെട്ടു വീണു. ഈ കാഴ്ച കണ്ട സന്ദേശം അറിയിക്കാൻ വന്ന യോദ്ധാവ് ഉടൻ തന്നെ രാജാവ് മോഹാലസ്യപ്പെട്ട് വീണ വിവരം എല്ലാവരെയും അറിയിച്ചു. ഉത്തരവാദിത്തപ്പെട്ടവർ വന്നു അംഗശിലനെ നല്ലൊരു ബിഷഗുരന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ചന്ത മറിച്ചു വിറ്റ വാർത്ത പാഞ്ചാല ദേശമാകെ പരന്നു. താരകേയ രാജവംശത്തിന്റെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു. എന്നാൽ താരകേയ രാജവംശത്തിനെതിരെ ഒന്നും ചെയ്യാൻ കടകരാജവംശത്തിന് കഴിയുമായിരുന്നില്ല. പാഞ്ചാല നഗരത്തിലെ രണ്ടു പ്രധാന വിഭാഗങ്ങൾ തമ്മിലുള്ള മരുന്ന് യുദ്ധത്തിൽ താരകേയ രാജവംശം വിജയിച്ചു. അതേസമയം ഈ വലിയ പരാജയത്തിന് ശേഷം കടകരാജവംശം ക്രമേണ ലോപിച്ചു വന്നു. കടകവംശത്തിലെ ശേഷിക്കുന്ന അംഗങ്ങൾ അവരുടെ നിസ്സഹായാവസ്ഥ നന്നായി മനസ്സിലാക്കി. പാഞ്ചാല നഗരത്തിൽ ഉടനീളം ഈ രണ്ട് രാജവംശങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പ്രധാന ചർച്ചയായിരുന്നു. എന്നാൽ 2 മാസത്തിനുള്ളിൽ പാഞ്ചാല ദേശത്തെ ജനതയ്ക്ക് ചർച്ച ചെയ്യാൻ പുതിയൊരു വിഷയം കിട്ടി. ഇപ്പോൾ പാഞ്ചാല പട്ടണത്തിന്റെ ചർച്ച മുഴുവൻ രക്ഷമല്ലർ പരിശീലന കളരിയുടെ പ്രവേശനത്തെക്കുറിച്ചായിരുന്നു. നിങ്ങൾ രക്ഷമല്ലർ പരിശീലന കളരിയിൽ ചേരുന്നുണ്ടോ? ഒരു യുവാവ് മറ്റൊരു യുവാവിനോട് ചോദിച്ചു. അതെ, ഞാൻ തീർച്ചയായും ചേരുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അല്പം പരിഭ്രാന്തിയുണ്ട്. അവിടുത്തെ പരിശീലനം കഠിനമാണോ? ആ ആദ്യത്തെ യുവാവ് ചോദിച്ചു. എന്താ അങ്ങനെ ചോദിച്ചത്? നിനക്ക് പരിശീലന കളരിയെ കുറിച്ചൊന്നും അറിയില്ലേ? എനിക്ക് വളരെ കുറച്ചേ അറിയൂ. ശരി, അത് കുഴപ്പമില്ല. എന്റെ സഹോദരി അവിടെയാണ് പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് യുവാവ് ആ പരിശീലന കളരിയെ കുറിച്ച് പറയാൻ തുടങ്ങി. ഈ രക്ഷാമല്ലർ പരിശീലന കളരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ വർഷവും ഈ പരിശീലന കളരിയിൽ ചേരുവാൻ ആളുകളുടെ തിരക്കാണ്. അതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഹിമവാഹിനിയിൽ 3 വലിയ രാജ്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ജീവിക്കുന്ന പാഞ്ചാല നഗരം. ഇത് കൂടാതെ വിരാട നാട്, കോമുഖി നാട് എന്നിങ്ങനെ 2 രാജ്യങ്ങൾ കൂടിയുണ്ട്. എനിക്കിത് നേരത്തെ അറിയാമല്ലോ. ഞാൻ പുതിയതായി എന്തെങ്കിലും നീ പറയുമെന്ന് വിചാരിച്ച് കാതോർത്തിരിക്കുമ്പോൾ നീ ഭൂമിശാസ്ത്ര പാഠം എടുക്കുകയാണോ? രണ്ടാമൻ ചോദിച്ചു. അയ്യോ, നീ അല്പം ക്ഷമയോടെ കേൾക്ക്. ഈ 3 രാജ്യങ്ങളുടെയും കേന്ദ്രത്തിലാണ് ഈ രക്ഷമല്ലർ പരിശീലന കളരി സ്ഥിതി ചെയ്യുന്നത്. കാരണം ഇത് 3 രാജ്യങ്ങൾക്കും പൊതുവായ പരിശീലന കളരിയാണ്. ഈ പരിശീലന കളരി ഒരു ചെറിയ രാജ്യം പോലെയാണ്. കാരണം അവർ ആരുടെയും അധികാര പരിധിക്കുള്ളിലല്ല. അവർക്ക് അവരുടേത് മാത്രമായ നിയമസംഹിതയും ഭരണതന്ത്രങ്ങളും ഉണ്ട്. ഒന്നാമൻ പറഞ്ഞു. ഇത് ഏതെങ്കിലും രാജ്യത്തിൻ്റെതല്ലേ? അതാണ് ഈ രക്ഷാമല്ലർ പരിശീലന കേന്ദ്രത്തിന്റെ പ്രത്യേകത. എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് ഈ പരിശീലന കേന്ദ്രം. പക്ഷേ ഒരു രാജ്യത്തിനും അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മുടെ പാഞ്ചാല രാജ്യത്തിന് ഇടതുവശത്ത് വിരാട രാജ്യമുണ്ട്, വലതുവശത്ത് കോമുഖി രാജ്യവുമുണ്ട്. വിരാട രാജ്യത്തിന്റെ അഥവാ ചേരനാടിന്റെ രാജകുമാരിയാണ് വാസുകി. ആദ്യത്തെ ചെറുപ്പക്കാരൻ പറഞ്ഞു. ഏത്? മുൻപൊരിക്കൽ നമ്മുടെ യുവരാജാവ് അമരേന്ദ്രനെ ഏവർക്ക് മുമ്പിൽ വെച്ച് അപമാനിച്ച് വെല്ലുവിളിച്ച ആ അഹങ്കാരി രാജകുമാരി അല്ലേ ഈ വാസുകി? ആ അതെ, അവർ തന്നെ. വാസുകിയും ഈ പരിശീലന കളരിയിൽ ചേരാൻ സാധ്യതയുണ്ട്. കാരണം അടുത്ത വർഷം ഇരുവർക്കുമിടയിൽ ഒരു വലിയ യുദ്ധം നടക്കും. അതിന്റെ മുന്നോടിയായി ഈ പരിശീലന കളരിയിൽ പുതിയ ശക്തിവിദ്യകൾ പഠിക്കാനായി ഈ വർഷം താരകീയ വംശത്തിലെ രാജകുമാരനും വിരാട വംശത്തിലെ രാജകുമാരിയും ചേരുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഈ കളരിയിൽ ചേർന്നാൽ നമ്മുടെ കുമാരൻ ജയിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പരിശീലന കളരിയിൽ ഒന്ന് ചേരണമായിരുന്നു. അതിനെന്താണ് ചെയ്യേണ്ടത്? ഒന്നാമൻ ചോദിച്ചു. അതൊന്നും ഓർത്തു നമ്മൾ വിഷമിക്കണ്ട. എല്ലാ വർഷവും ചില പരിശീലകർ ഓരോ നാട്ടിലും പോയി പലതരം മത്സരങ്ങൾ നടത്തും. ആ മത്സരങ്ങൾ വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് രക്ഷമല്ലർ പരിശീലന കളരിയിലേക്ക് പ്രവേശനം ലഭിക്കും. അത്രമാത്രം. അങ്ങനെയെങ്കിൽ എനിക്ക് എളുപ്പം ചേരാൻ സാധിക്കുമോ? ഒന്നാമൻ ചോദിച്ചു. കഴിവുണ്ടെങ്കിൽ ആർക്കും ചേരാം. നിങ്ങൾ പണക്കാരനാണോ ദരിദ്രനാണോ? ശക്തരായ കുടുംബത്തിലെ അംഗമാണോ അതോ ദുർബല കുടുംബത്തിലെ അംഗമാണോ? ഇതൊന്നും അവിടെ ചേരുന്നതിന് മാനദണ്ഡങ്ങളല്ല. കഴിവുണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. കൊള്ളാം. അപ്പോൾ അവർക്ക് പണം ഒരു വിഷയമേ അല്ല അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. കഴിവില്ലെങ്കിലും ചിലരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ആളുകളെ പ്രവേശിപ്പിക്കാറുമുണ്ട്.
എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് മാത്രമേ ഒരുപാട് പണം വാങ്ങൂ. എന്നാൽ അവരെ നന്നായി പഠിപ്പിച്ചിട്ടേ പറഞ്ഞയക്കൂ. ആദ്യത്തെ ചെറുപ്പക്കാരൻ പറഞ്ഞു. അത് ശരി, ഈ പരീക്ഷകൾ എപ്പോഴാണ് നടക്കുക? പരീക്ഷകർ എപ്പോഴാണ് ഈ പാഞ്ചാല ദേശത്ത് എത്തുക? രണ്ടാമത്തെയാൾ ചോദിച്ചു. അതെപ്പോഴാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് അതിനാണ്. പാഞ്ചാല നഗരത്തിലെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് രക്ഷമല്ലർ പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകരെയാണ്. കളരിയിൽ പ്രവേശനം ലഭിച്ചാൽ ഏവരും അവരെ ബഹുമാനിക്കും. പരിശീലനത്തെ തുടർന്ന് ശക്തരാകുന്ന അവർക്ക് ഒരു നല്ല ജീവിതം നയിക്കാൻ സാധിക്കും. ഇതൊക്കെയായിരുന്നു അവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലെ ചിന്ത. അവിടെ പരിശീലനം നടത്തുന്ന യോദ്ധാക്കളെല്ലാം കുറഞ്ഞ പക്ഷം അപരാജിത പദവിയെങ്കിലും കൈവരിച്ചവരായിരുന്നു. പാഞ്ചാല നഗരത്തിന്റെ തെരുവുകളിൽ ഇപ്പോഴും ആൾക്കൂട്ടമുണ്ടായിരുന്നു. കൂടാതെ നിരവധി ആളുകൾ നഗരത്തിൽ നിന്ന് പോകുന്ന പാതയോരങ്ങളിലെല്ലാം എപ്പോഴും രക്ഷമല്ലർ പരിശീലന കേന്ദ്രത്തിൽ നിന്നെത്തുന്നവരെ നോക്കിയിരുന്നു. അമരൻ മാത്രം ഇതിനെല്ലാം വിപരീതമായിരുന്നു. അദ്ദേഹത്തിന് തന്റെ ജോലിയിൽ ആവേശമായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞാൽ താൽക്കാലികമാണെങ്കിലും തന്റെ രാജ്യം വിട്ട് മാറി നിൽക്കേണ്ടി വരുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ പോകുന്നതിന് മുൻപ് ഒരു വർഷത്തേക്ക് ആവശ്യമായ മരുന്നുകൾ തയ്യാറാക്കി വെക്കാൻ ആലോചിച്ചു. അയാൾ മരുന്ന് നിർമ്മാണത്തിൽ മുഴുകി. അമരന്റെ ഈ കഠിനാധ്വാനം കണ്ട് വരുണമിത്രന് അവനോട് അനുകമ്പ തോന്നി. മരുന്ന് തയ്യാറാക്കാൻ അദ്ദേഹം അമരനെ സഹായിച്ചു. രണ്ടുപേരും ധൃതിയിൽ മരുന്നുകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. മരുന്നുകൾ തയ്യാറാക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയതോടെ വരുണമിത്രനോട് ബഹുമാനം അമരന് വർദ്ധിച്ചു. അമരന്റെ ഭണ്ഡാരം നിറയെ മരുന്നുകളായിരുന്നു. മരുന്നുണ്ടാക്കുമ്പോൾ അമരൻ നന്നേ ക്ഷീണിതനായിരുന്നു. പക്ഷേ തന്റെ ശക്തികളെ നന്നായി നിയന്ത്രിക്കാൻ അവൻ പഠിച്ചു. രക്തസ്രാവം തടയാനുള്ള മരുന്നുണ്ടാക്കുന്നതിൽ അവൻ പ്രാവീണ്യം നേടിയിരുന്നു. പിന്നെ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചു. അമരന്റെ ശക്തികൾ അവനിൽ നിന്നും പൊടുന്നനെ പുറപ്പെടാൻ തുടങ്ങി. മരുന്ന് തയ്യാറാക്കി തീർക്കാൻ പോകുമ്പോൾ ശരീരം ഒന്ന് വെട്ടിവിറച്ചു. അപരാജിത പദവിയിൽ താൻ 4 നക്ഷത്രങ്ങൾ നേടിയെന്ന് അമരന് അപ്പോൾ മനസ്സിലായി. പിറ്റേന്ന് പതിവ് പോലെ അമരൻ പരിശീലന മൈതാനത്തേക്ക് പോയി. അവൻ പതിയെ അവിടെയുള്ള പൂന്തോട്ടത്തിനരികിലേക്ക് നടന്നു. മാധുരി അവിടെ പൂക്കളും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മാധുരിയെ കണ്ടപ്പോൾ അമരന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ആലോചിച്ച് അവൻ മാധുരിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അമരന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മാധുരി തിരിഞ്ഞു നിന്നു. വാ അമര, നീ 2-3 ദിവസത്തിനകം പോകുമെന്ന് കേട്ടു. എന്നാലും നീ എന്താ ഇത്ര നേരത്തെ പോകാൻ ആഗ്രഹിക്കുന്നത്? അവൾ പരിഭവത്തോടെ ചോദിച്ചു. ഇത് കേട്ട് അമരൻ ഒന്നമ്പരന്നു. അവളുടെ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയണമെന്ന് അവന് നിശ്ചയമില്ലായിരുന്നു. പിന്നെ അവൻ വീണ്ടും നടക്കാൻ തുടങ്ങി. അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പോഴാണ് മാധുരി ആകെ വിഷമത്തിലാണെന്ന് അമരന് മനസ്സിലായത്. അവളുടെ സങ്കടം മനസ്സിലാക്കിയ അമരൻ അവളുടെ മുടിയിൽ തലോടി. എന്താ മാധുരി, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അവൻ ആശങ്കയോടെ ചോദിച്ചു. പക്ഷേ അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. 59. നോക്കൂ മാധുരി, എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട വേലയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ എത്രയും പെട്ടെന്ന് മടങ്ങി വരും, അമരൻ പറഞ്ഞു. ഇത് കേട്ട മാധുരി പരിഭവത്തോടെ പറഞ്ഞു. നിന്റെ പ്രധാനപ്പെട്ട വേല എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് പരിശീലനത്തിന് രക്ഷമല്ലർ പരിശീലന കളരിയിൽ പോകണം. കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചപ്പോൾ നിനക്കവിടെ പോവേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പെട്ടെന്നുള്ള ഈ മാറ്റം? അത് ചില പ്രത്യേക കാരണങ്ങളാൽ ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. സമയമാകുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാകും, അമരൻ മറുപടി പറഞ്ഞു. മാധുരിക്ക് അവന്റെ ഈ തീരുമാനം മാറ്റിയതിന്റെ കാരണം മനസ്സിലായി. ആ പ്രത്യേക കാരണം എനിക്കറിയാം. ആ വാസുകി തന്നെയാണ് കാരണം. അമരൻ പെട്ടെന്ന് അവളുടെ കാർക്കൂന്തലിൽ നിന്നും കൈയെടുത്തു. പറയൂ അമര, അവളോട് ജയിക്കാൻ തനിയെ നീ അന്യരാജ്യത്തേക്ക് പോകണോ? മാധുരി, എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് വാസുകിയുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തത്. എനിക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഞാൻ ആ വെല്ലുവിളിയിൽ നിന്നും ഒഴിഞ്ഞു മാറിയാൽ നിനക്ക് പോലും എന്നോട് വെറുപ്പ് തോന്നില്ലേ? മാത്രമല്ല, ഭയന്നോടുന്നത് ഒരു ധീര രാജകുമാരന് ഭൂഷണമല്ല. ഒരേ ഒരു കാര്യം, ഞാൻ എന്തിനാണ് വാസുകിയുടെ കാര്യത്തിൽ ഇത്ര ദേഷ്യപ്പെടുന്നതെന്ന് നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ? നീ കണ്ടതല്ലേ ഏവർക്ക് മുമ്പിലും അപമാനഭാരത്താൽ ഞാൻ തല കുനിച്ചു നിന്നത്?
എന്നിട്ട് ആ നീ തന്നെ എന്റെ ലക്ഷ്യത്തിന് തടസ്സം പറയുകയാണോ? അമരൻ മാധുരിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ മാധുരിയുടെ പ്രക്ഷുബ്ധമായ മനസ്സ് ശാന്തമായില്ല. ഇനി എന്തിനാ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്? നീ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ എങ്ങനെ ഞാൻ സമാധാനമായി പോകും? 1 വർഷം ക്ഷമിച്ചാൽ മതി. അതിനിടയ്ക്ക് ഞാൻ വേഗം എന്റെ വേല തീർത്തു വരാം. അമരൻ മാധുര്യത്തോടെ മാധുരിയോട് പറഞ്ഞു. എന്നാൽ ഈ സമയം മാധുരി എന്തോ ആലോചനയിൽ മുഴുകി. മാധുരി, ഞാനിവിടെ നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നീ അതൊന്നും ശ്രദ്ധിക്കാതെ എന്താണ് ആലോചിക്കുന്നത്? അമരൻ പരുഷമായി പറഞ്ഞു. അമര, എനിക്കൊരു പദ്ധതി തോന്നുന്നുണ്ട്. അതിലൂടെ നിനക്ക് തീർച്ചയായും ആ വാസുകിയെ പരാജയപ്പെടുത്താൻ സാധിക്കും. അതും വളരെ വേഗം. അത് കേട്ട് അമരൻ ചിരിച്ചു. നീ എന്തിനാ ചിരിക്കുന്നേ? നീ ചിരിക്കുന്നതിന്റെ കാരണം എനിക്കറിയാം. എന്തായാലും നീ ഞാൻ പറയുന്നത് അനുസരിക്കാൻ പോകുന്നില്ല. ഇനി നിന്നോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അവൾ നീരസത്തോടെ പറഞ്ഞു. അതൊന്നുമല്ല മാധുരി, നിനക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നീ ചിന്തിച്ചു കൂട്ടി ഓരോന്ന് പറയുന്നതാണ്. നിനക്ക് തന്നെ നന്നായി അറിയാം ഇതൊന്നും പ്രാവർത്തികമാവില്ലെന്ന്. ഞാനിപ്പോൾ ദക്ഷമല്ലർ പരിശീലന കേന്ദ്രത്തിൽ പോവേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അവിടെ നിന്നും കൂടുതൽ യുദ്ധതന്ത്രങ്ങളും പുതിയ വിദ്യകളും പഠിച്ചെടുത്താൽ മാത്രമേ എനിക്ക് വാസുകിയോട് പൊരുതി ജയിക്കാൻ പറ്റുള്ളൂ. നീ 1 വർഷം ക്ഷമയോടെ എനിക്ക് വേണ്ടി കാത്തിരുന്നാൽ മതി. അമരന്റെ വാക്കുകൾ എല്ലാ ആശ്വാസം നൽകിയെങ്കിലും അവൾ വിസമ്മതത്തോടെ മുഖം താഴ്ത്തി സങ്കടത്തോടെ ഇരുന്നു. മാധുരിയുടെ ശോകമുഖമായ അവസ്ഥ കണ്ട് ദുഃഖിതനായ അമരൻ വീണ്ടും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അമരൻ പ്രണയാർത്ഥനായി അവളുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. ആ സമയം പൂന്തോട്ടത്തിൽ ഒരു തണുത്ത കാറ്റ് വീശി. ആ കാറ്റ് പതിയെ അവർ ഇരുവരെയും തഴുകി തലോടി. അമരൻ പതിയെ അവളുടെ കവിളിൽ കൈകൾ വെച്ചു. അവന്റെ കരസ്പർശമേറ്റ് മാധുരിയുടെ കവിളുകൾ നാണത്താൽ ചുവന്നു. ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നെ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ കൈകളിൽ ഒതുങ്ങി. അമരൻ പതിയെ മാധുരിയുടെ ചെവിയിൽ മന്ത്രിച്ചു. 1 വർഷം എന്നെ ഒന്ന് ക്ഷമയോടെ കാത്തിരുന്നാൽ മതി. 1 വർഷമെല്ലാം വേഗം കടന്നു പോകും. തീർച്ചയായും ഞാൻ എത്രയും വേഗത്തിൽ നിന്നെ തേടി വരും. മാധുരിക്ക് അവന്റെ വേർപാട് വളരെ വേദനാജനകമായിരുന്നു. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്നാൽ അമരന്റെ വാക്കുകൾ അവർക്കിടയിലെ കാത്തിരിപ്പിന്റെ അകലം കുറച്ചു മാസങ്ങളെ ഉള്ളൂ എന്ന പ്രതീക്ഷ നൽകി. അതിനുശേഷം അമരൻ പുഞ്ചിരിച്ചുകൊണ്ട് മാധുരിയോട് യാത്ര പറഞ്ഞിറങ്ങി. തിരികെ മടങ്ങും വഴി പാതയോരങ്ങളെല്ലാം ശൂന്യമായിരുന്നു. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലുള്ള തെരുവുകൾ അമരനെ ആശയക്കുഴപ്പത്തിലാക്കി. അല്പം മുന്നോട്ട് നടന്നപ്പോൾ വഴിയിൽ പൂ വിൽക്കുന്ന ഒരു മുത്തശ്ശിയെ കണ്ടു. ആ മുത്തശ്ശിയോട് അമരൻ ചോദിച്ചു, ഇതെന്താണ് മുത്തശ്ശി, നിരത്തുകൾ ശൂന്യമായിരിക്കുന്നത്? ഈ ആളുകളെല്ലാം എവിടെ പോയി? അവിടെന്ന് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ കുമാര? നാളെയാണ് ദക്ഷമല്ലർ പരിശീലന കളരിയുടെ പ്രവേശന പരീക്ഷ. ആ പരീക്ഷ നടത്താൻ എത്തിയിരിക്കുന്ന മഹായോഗി നിലവാരത്തിലുള്ള ഗുരുക്കന്മാരെ കാണാൻ വേണ്ടി പോയതാണ് ആളുകൾ. എവിടെയാ എന്നൊന്നും എനിക്കറിയില്ല. മുഴുവൻ വിവരങ്ങളും എനിക്കറിയില്ല. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ മറ്റാരോടെങ്കിലും അന്വേഷിക്കണം, മുത്തശ്ശി പറഞ്ഞു. പലതും ചിന്തിച്ചുറപ്പിച്ച് അമരൻ കൊട്ടാരത്തിലേക്ക് നടന്നു. അടുത്ത ദിവസം ദക്ഷാമല്ലർ പരിശീലന കളരിയുടെ പ്രവേശന പരീക്ഷ തുടങ്ങാറായപ്പോൾ ജാനകിയെയും മാധുരിയെയും സൂര്യോദയനെയും കൂട്ടി അമരൻ പരീക്ഷാ കേന്ദ്രത്തിലെത്തി. അകത്തേക്ക് പ്രവേശിക്കാനുള്ള നീണ്ട നിര കണ്ട് അയാൾ തമ്പിച്ചു നിന്നു. എല്ലായിടത്തും തിരക്കും ബഹളവും മാത്രമായിരുന്നു. എല്ലാവർക്കും പരീക്ഷാ കേന്ദ്രത്തിൽ കയറാൻ അതീവ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ വാതിൽക്കൽ നിൽക്കുന്ന പട്ടാളക്കാരെ മറികടന്ന് ആർക്കും അകത്തു കടക്കാൻ പറ്റാത്ത വിധത്തിൽ ആ കേന്ദ്രത്തെ പ്രത്യേകം സജ്ജീകരിച്ചിരുന്നു. ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ അമരന്റെ കണ്ണുകൾ വിടർന്നു. എന്തു ചെയ്യണമെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പക്ഷേ അകത്തെന്താണ് നടക്കുന്നതെന്നറിയാൻ അമരൻ ആഗ്രഹിച്ചു. കാരണം ദക്ഷമല്ലർ പരിശീലന കളരി വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഒരു സാധാരണ തിരഞ്ഞെടുപ്പായിരുന്നില്ല. കാരണം എല്ലാവരും അവരുടെ ശക്തി പരീക്ഷണത്തിൽ വിജയിച്ചാൽ മാത്രമേ അവർക്ക് പ്രവേശനാനുമതി ലഭിക്കൂ. അവിടെ വെച്ച് പലതരം വിദ്യകൾ കാണാൻ കഴിയുമെന്ന് അതറിയാവുന്ന അമരൻ ചിന്തിച്ചു. പക്ഷേ ഇത്രയധികം ആളുകളെ കടന്ന് എങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുമെന്നോർത്ത് അമരൻ ആശ്ചര്യപ്പെട്ടു. അമരന്
എങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുമെന്ന് മനസ്സിലായില്ല. അമരന്റെ ചിന്ത മനസ്സിലാക്കിയതുപോലെ ജാനകി ചിരിച്ചുകൊണ്ട് അമരനോട് ചോദിച്ചു, എന്താ അമര, നീയും ഈ നിരയിൽ ചേരാൻ പോവുകയാണോ? ഈ ആൾക്കൂട്ടം കണ്ട് ബലവാനായ അമരേന്ദ്രന്റെ ഭാരമെല്ലാം ചോർന്നുപോയോ? മാത്രമല്ല, യുവരാജാവായിട്ട് പോലും ഇവിടെ അകത്തേക്ക് പ്രവേശിക്കാൻ വെയിൽ കൊണ്ട് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ചിരിച്ചുകൊണ്ട് കളിയാക്കി ജാനകി. എന്നാൽ അവൻ ജാനകിയുടെ സംസാരം അവഗണിച്ചു. എന്നാൽ അതേസമയം മാധുരി, അമര, അകത്തെ നിരയിൽ നിൽക്കാതെ പ്രവേശിക്കാൻ വേറെ വഴിയുണ്ടോ? മാധുരി ചോദിച്ചു. മറുപടി പറഞ്ഞത് ജാനകിയാണ്. വിഷമിക്കാതെ മാധുരി, അകത്തേക്ക് പ്രവേശിക്കാൻ ഒരു മാർഗമുണ്ട്. ഇവിടെ പരീക്ഷണം നടത്താൻ വന്ന ഒരു ഗുരു എന്റെ ഗുരുവാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യയാണ്. അതിനാൽ എനിക്ക് മറ്റൊരു പദ്ധതിയുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ അനുഗമിച്ചു വരിക, ജാനകി പറഞ്ഞു. ജാനകി പിൻവാതിൽ ലക്ഷ്യമാക്കി നടന്നു. അവിടെ തിരക്ക് പൊതുവെ കുറവായിരുന്നു. പക്ഷെ ആ വഴി വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതിനാൽ തന്നെ പുറകിലെ കവാടത്തിനരികെ കൂടുതൽ സൈനികരും ചില കാര്യക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ജാനകി വാതിലിനടുത്തേക്ക് നടന്നു തുടങ്ങി. അവൾ അവിടെയുള്ള ഉദ്യോഗസ്ഥനോട് എന്തൊക്കെയോ സംസാരിച്ച ശേഷം അവളുടെ കയ്യിലുള്ള രക്ഷാമല്ലർ പരിശീലന കളരിയിലെ മുൻ വിദ്യാർത്ഥിയാണെന്ന് തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖയും അവരെ കാണിച്ചു. ഉദ്യോഗസ്ഥൻ കൈകൊണ്ട് സൈനികനോട് ആംഗ്യം കാണിച്ചു. ഈ പെൺകുട്ടിയും കൂടെ വന്നവരെയും അകത്തേക്ക് കടത്തിവിടൂ. അവൾ വാതിൽക്കലേക്ക് എത്തിയപ്പോൾ പട്ടാളക്കാരൻ ജാനകിയെ ഒന്ന് സസൂക്ഷ്മം നോക്കി. എന്നിട്ട് അവൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി നൽകി. ജാനകി ഇത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും അവളുടെ തിരിച്ചറിയൽ രേഖ തിരിച്ചു വാങ്ങി. അവൾക്കൊപ്പം ഉദ്യോഗസ്ഥനും നടന്ന് അവൾക്ക് വഴികാട്ടി. ജാനകി ഉദ്യോഗസ്ഥനെ പിന്തുടർന്നു. മറ്റുള്ളവർ ജാനകിയെ അനുഗമിച്ചു. ആളുകൾ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണങ്ങിയ രക്തത്തിന്റെ ഗന്ധം അനുഭവപ്പെട്ടു. പോരടിച്ച് ജീവത്യാഗം ചെയ്തവരുടെ രക്തത്തിന്റെ ഗന്ധമായിരുന്നു അവിടെ ആകെ പരന്നത്. ജാനകി ഉദ്യോഗസ്ഥരെ നോക്കി പറഞ്ഞു, അതിശയകരമാണ്. ഞങ്ങളെ കൊണ്ടുവരാൻ നിങ്ങൾ കണ്ടെത്തിയ ഒരേ ഒരു വഴി, അവൾ പറഞ്ഞു. ഇത് കേട്ട് ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാൻ? ഇതാണ് കൽപ്പന. അവർ എന്നോട് വിദ്യാർത്ഥികളെ പിൻവാതിലിലൂടെ വന്ന് ഈ മണമുള്ള വഴി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ആ വഴി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇത് കുറച്ചുനേരം സഹിച്ചാൽ മതി, അവൻ പറഞ്ഞു. ജാനകി ചിരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥനോട് യാത്ര പറഞ്ഞ് അകത്തേക്ക് പ്രവേശിച്ചു. ജാനകിയും പരിവാരങ്ങളും അകത്ത് കടന്നപ്പോൾ അവിടെ ഒരു പച്ച നിറത്തിലുള്ള പോരാട്ടക്കളം കണ്ടു. 100 കണക്കിന് ആളുകളെ അതിനടുത്ത് കാണാമായിരുന്നു. ചിലർ വളരെ സന്തോഷത്തിലായിരുന്നു. അതിൽ നിന്നും മനസ്സിലാക്കാമായിരുന്നു അവരേവരും പരീക്ഷയിൽ ജയിച്ച് രക്ഷമല്ലർ പരിശീലന കളരിയിൽ പ്രവേശനം ലഭിച്ചവരാണെന്ന്. പെട്ടെന്നൊരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ജാനകിക്കരികിലേക്ക് ഓടി വന്നു. ജാനകി, സുഖമായിരിക്കുന്നു? ദൈവമേ, നീ നന്നായി തടിച്ചല്ലോ. അതും പറഞ്ഞ് പെൺകുട്ടി ഓടി വന്ന് ജാനകിയെ കെട്ടിപ്പിടിച്ചു. ജാനകിക്കും അവളെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. എന്നിട്ട് ജാനകി പെൺകുട്ടിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഇതാണ് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി വിമലാദേവി. ഞങ്ങൾ രണ്ടുപേരും പരിശീലന കളരിയിൽ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അത് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ ആ പെൺകുട്ടിയിലേക്ക് തിരിഞ്ഞു. അവൾ എല്ലാവരോടും ബഹുമാനപൂർവ്വം പുഞ്ചിരിച്ചു. പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാർ ജാനകിയെയും വിമലാദേവിയും നോക്കുന്നത് അമരൻ ശ്രദ്ധിച്ചു. അതേസമയം ആ 2 സ്ത്രീകളെയും കണ്ടപ്പോൾ അവർക്കിടയിൽ അഗാധമായ സൗഹൃദമുണ്ടായിരുന്നുവെന്ന് വ്യക്തമായി. അവൾ കൂടെയുള്ളവരെ വിമലാദേവിക്ക് പരിചയപ്പെടുത്തി. വിമല, ഇവരാണ് എന്റെ താരകീയ രാജവംശത്തിലെ ഇളം തലമുറ. ഇത് മാധുരി. ഇവൾ വളരെ സുന്ദരിയല്ലേ? പക്ഷെ അവളുടെ രൂപം കണ്ടിട്ട് അവൾ വളരെ സൗമ്യതയുള്ള പെൺകുട്ടിയാണെന്ന് കരുതരുത്. ഈ ധീരയായ പെൺകുട്ടി കുറച്ചുനാൾ മുമ്പ് അങ്ങാടിയുടെ നടുവിൽ വെച്ച് അവളോട് അപമര്യാദയായി പെരുമാറിയ ഒരു വൈദ്യനെ അപമാനിക്കാൻ ധൈര്യം കാണിച്ചവളാണ്. ഇവൾ തരങ്കിണി. നമ്മുടെ രാജവംശത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീകളിൽ ഒരാളാണ് ഈ തരങ്കിണി. ജാനകി പറഞ്ഞു തീരും മുൻപേ വിമല പറഞ്ഞു, ആഹാ, പറയാതെ വയ്യ. നിങ്ങളുടെ രാജവംശത്തിലെ എല്ലാ പെൺകുട്ടികളും അതിസുന്ദരികളാണല്ലോ, നീ ഒഴികെ. ഇവർ 2 പേരും നമ്മുടെ പരിശീലന കളരിയിൽ ചേർന്നാൽ
എല്ലാവരുടെയും നോട്ടം ഇവരിലാവും. ഇത് എന്റെ സഹോദരൻ സൂര്യോദയനാണ്. പിന്നെ എനിക്കൊരു അർദ്ധ സഹോദരൻ കൂടിയുണ്ട്. പക്ഷേ ഇവൻ എന്നെ പോലെയല്ല. അവൾ അമരനെ നോക്കി പറഞ്ഞു. വിമല അമരനെ നോക്കിയതും ജാനകി അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൻ അമരൻ. അമരനെ കണ്ട് ആ പെൺകുട്ടി ജാനകിയോട് പറഞ്ഞു, അമരൻ? ഇത് അമരനാണോ? നീ പറഞ്ഞ നക്ഷത്രങ്ങൾ നഷ്ടപ്പെട്ട അമരൻ ഇവനാണോ? അവൾ ജിജ്ഞാസയോടെ ചോദിച്ചു. അവളുടെ സംസാരം എല്ലാവരും കേട്ടു. അത് അമരന്റെ ചെവിയിലും എത്തി. അമരൻ ജാനകിയെ പരിഭ്രാന്തിയോടെ നോക്കി. അമര, നീ എന്നെ അങ്ങനെ നോക്കണ്ട. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിന്നെക്കുറിച്ച് ഞാൻ ആരോടും പറയില്ല. എനിക്ക് അത്തരത്തിലൊരു സ്വഭാവം ഇല്ല. ഈ കാര്യം വിമലയോട് മറ്റാരോ പറഞ്ഞതാവും. പെട്ടെന്ന് വിമല വീണ്ടും ഇടയിൽ കയറി പറഞ്ഞു, ജാനകി, നീ തന്നെയാണ് എന്നോട് അമരനെ കുറിച്ച് പറഞ്ഞത്. നിനക്കും അമരനും ചേർന്ന് പോവാൻ പറ്റില്ല, അവൻ വെറും 3 നക്ഷത്രങ്ങളെ നേടിയുള്ളൂ എന്നൊക്കെ നീ തന്നെയാണ് എന്നോട് പറഞ്ഞത്. വിമല പറഞ്ഞു. ജാനകി മിണ്ടാതിരിക്കാൻ വിമലയോട് കണ്ണുകൾ കൊണ്ട് കാണിച്ചു. ഏയ്, നീ എന്താ പറഞ്ഞത്? അമരനെ കുറിച്ച് ഞാൻ പറഞ്ഞെന്നോ? ഞാൻ ചിലപ്പോൾ ഉറക്കത്തിൽ എന്തെങ്കിലും പറഞ്ഞതാവും. അത് കേട്ട് വിശ്വസിച്ച് വിമല ഇപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. പരിഭ്രമത്തോടെ എന്തൊക്കെയോ പറഞ്ഞു ജാനകി. ജാനകി പറഞ്ഞത് സമ്മതിക്കാൻ വിമലയോട് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. എന്നാൽ അവൾക്കിതൊന്നും മനസ്സിലായില്ല. നീ ഒന്നും മിണ്ടാതിരിക്കുമോ? ജാനകി പതിയെ വിമലയോട് പിറുപിറുത്തു. നീ സ്വപ്നത്തിൽ പോലും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അമരൻ ജാനകിയോട് ചോദിച്ചു. ആ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. ഒരു ദിവസം നീ കുളത്തിലായിരിക്കുമ്പോൾ... അമരൻ പറഞ്ഞു തുടങ്ങിയതും ജാനകി പെട്ടെന്ന് അവനെ തടഞ്ഞു. അയ്യോ, നീ ശാന്തനാകൂ അമര. ആരും എന്നെ പറ്റി ഒന്നും ആലോചിക്കണ്ട, ജാനകി പറഞ്ഞു. അമരൻ അവളെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. പക്ഷേ വിമല ആ വിഷയം വിട്ടില്ല. അവൾ അമരനോട് ചോദിച്ചു, എന്താ കുളത്തിൽ? അവൻ എന്താ പറയാൻ വന്നത്? നിങ്ങൾ രണ്ടുപേർക്കുമിടയിൽ എന്താണ് സംഭവിച്ചത്? ആകാംക്ഷയോടെ വിമല ചോദിച്ചു. ഇത് കേട്ട ജാനകി ദേഷ്യത്തോടെ പറഞ്ഞു, നിനക്കെന്തു പറ്റി വിമലെ? ഏത് സമയത്ത് എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയില്ലേ? ജാനകി ആകെ പരിഭ്രമത്തിലായിരുന്നു. അധ്യായം 60. വിമലയുടെ അനാവശ്യ സംസാരത്തിൽ കോപം വന്ന ജാനകി വിമലയോട് സംസാരം നിർത്താൻ ആവശ്യപ്പെട്ടു.